ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ രാവിലെ എണീറ്റ് സാമ്പാറിൻ്റെ പണി കേട്ടോ. അപ്പോൾ സാമ്പാർ എന്ന് പറയുന്നത് ഇന്ന് സാമ്പാർ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ദോശക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. രണ്ടും കൂടി ഒരു കറി ആയല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ 2 കറി വെക്കുമ്പോഴേക്ക് ടൈം പോവും. ഞാൻ ഒന്നാമതേ എഴുന്നേറ്റ് വരുന്നത് 6:30ക്കാണ്. അപ്പോൾ ദിയമ്മള് ഒന്ന് ഒരു 7:30 ആകുമ്പോൾ എൻ്റെ പണിയെല്ലാം തീർന്നാൽ മാത്രമേ ദിയമ്മളെ കാര്യങ്ങൾ വൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 8 മണിയാകുമ്പോൾ ദിയമ്മക്ക് വന്നിറങ്ങണം. അപ്പോൾ രാവിലെ ഞാൻ സാമ്പാർ വെക്കാമെന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ട് പരിപ്പ് ഞാൻ സാമ്പാർ പരിപ്പെല്ലാം ഇട്ട് നമ്മൾ ചുവന്ന പരിപ്പില്ലേ ആ ചുവന്ന പരിപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് എല്ലാ പൊടികളും ഇട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ദോശയാണെന്ന് ഞാൻ പറഞ്ഞില്ല, രാവിലെ അരച്ചിട്ട് ചുടുന്ന ദോശയാണ്. അപ്പം ഇതിനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ സാമ്പാറിൻ്റെ കറി വെക്കുന്നത്. കാരണം സത്യം പറഞ്ഞാൽ വേറെ വെക്കാൻ മടിച്ചിട്ടാട്ടോ, എന്തോ ഒരു മടി. അപ്പം ഞാൻ വെച്ചു സാമ്പാറാക്കിയ രണ്ടിനും കൂട്ടാലോ എന്ന് വെച്ചാൽ എലിശ്ശേരിയിലാക്കിയാൽ നമ്മൾ ചോറിന് മാത്രമല്ലേ കൂട്ടാൻ പറ്റുള്ളൂ, ദോശക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇന്ന് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ദോശ ചൂടാൻ കുറേ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്ലെയിമിന് എന്തോ ഇത് കുറവായിരുന്നു. അപ്പം ഫ്ലെയിം കുറവായതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അവിടെ താഴെ ക്ലീൻ ചെയ്ത് മുകളിൽ ക്ലീൻ ചെയ്ത് നമ്മൾ പേസ്റ്റെല്ലാം ഇട്ട് ക്ലീനെല്ലാം ചെയ്തു. പക്ഷെ എന്നിട്ടും ഫ്ലെയിം വരുന്നതിനും അത്ര ഒരു പവർ പോരാ, പെട്ടെന്നായി കിട്ടുന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് എനിക്ക് ദോശയാവുന്നില്ല. പിന്നെ അവിടെ തന്നെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് എടുത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തടുത്ത് പാത്രം വെച്ച് ഒഴിക്കാൻ വേണ്ടി നല്ല സുഖാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ച് ഞാൻ ഇച്ചിരി ടൈമായാലും കുഴപ്പമില്ല, പിന്നെ വേറെ പണികളെല്ലാം എടുക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം പിന്നെ തോരനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീൻസ് തോരനാട്ടോ ആക്കുന്നത്. അപ്പം ബീൻസ് തോരനാക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം ഞാൻ വൃത്തിയാക്കി വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ദോശ വിടുന്നതിൻ്റെ ഇടയിൽ അപ്പോഴേക്കാണ് സാമ്പാർ ഒരു വിസിലടിച്ച് ഒറ്റ വിസിലേ ഞാൻ അടുപ്പിക്കുന്നില്ല കേട്ടോ. അത് അവിടെ ഓഫാക്കി വെക്കും. പിന്നെ നമ്മളെ ബീൻസിൻ്റെ പിന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ ബീൻസിൻ്റെ സൈഡിൽ ഇങ്ങനെ നാര് പോലത്തെ സാധനം ഇല്ലേ, അത് കളയുന്നതാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കളയാനൊന്നും പറ്റില്ല, നല്ല മൂത്തതിന് മാത്രമേ എനിക്ക് കളയാൻ പറ്റുന്നുള്ളൂ. പിന്നെ അത് കളയണോ വേണ്ടോ എന്നൊന്നും എനിക്കറിയൊന്നുമില്ല. കാരണം ഞാൻ കണ്ടുവന്നത് അമ്മയായാലും പണിയെടുക്കുമ്പോൾ ആ തോരനാക്കുമ്പം ആ ബീൻസിൻ്റെ ഇത് കളയുന്നതാണ് കാണാറുണ്ട്. അതുകൊണ്ട് കളയുന്നത്. പക്ഷെ എനിക്ക് നല്ല മൂത്തതിന് മാത്രമേ ഇതുപോലെ കിട്ടാറില്ല കേട്ടോ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കളയാനൊന്നും നിൽക്കില്ല. അതുണ്ടായ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് മുറിച്ചില്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കുമായിരിക്കും, അതായിരിക്കാം അതിൻ്റെ ഒരു ഇതെന്ന് പറയും. പക്ഷെ എനിക്കങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാനത് കളയുന്നൊന്നുമില്ല കേട്ടോ. കാരണം അത് കളയാതെ നിന്നാൽ എൻ്റെ പണിയൊന്നും ഇന്ന് നടക്കില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ദോശ ഇടലും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറ് ഇതാക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ചോറ് പിന്നെ റെഡിയാക്കി എടുക്കണം. പിന്നെ ദിയമോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് വിളിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഓണം. അമ്മ വിളിച്ചാലൊന്നും എഴുന്നേക്കില്ല. പിന്നെ നമ്മളെ വായിന്നില്ല നല്ല ഷൗട്ടായിട്ട് എന്തെങ്കിലും കേട്ടാൽ മാത്രമേ പുള്ളിക്കാരത്ത് എഴുന്നേറ്റ് വരില്ല. അത് എഴുന്നേക്കൊന്നുമില്ല, ഇങ്ങനെ വിളിച്ച് നിർത്തിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ശരിയാണ്, രാവിലെ എഴുന്നേക്കണം. മടുപ്പന്നെയായിരിക്കും, മഴയല്ലേ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. പോകാൻ സ്കൂളിൽ പോകാത്ത ദിവസം ഭയങ്കര താല്പര്യമായിരിക്കും രാവിലെ എണീക്കാൻ. സ്കൂളിൽ പോകുന്നത് ചടച്ച മടിയായിരിക്കും. അത് നമ്മളായാലും അങ്ങനെ തന്നെ. അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ എന്നാലും അവരെ മുന്നിൽ നിന്ന് കാണിക്കൂല. അവരെ ചീത്ത പറയലല്ല, വിളിച്ചെഴുന്നേൽപ്പിക്കും. അതേ ചെയ്യാറുള്ളൂ. പിന്നെ നേരത്തെ കിടന്നുറങ്ങാൻ പറയും. നേരത്തെ ഒന്നും കിടന്നുറങ്ങൂല, ലേറ്റാവും. ഉറങ്ങുമ്പോൾ ലേറ്റായി എഴുന്നേൽക്കുമ്പോൾ അതുപോലെ ഉറക്കം തെളിയില്ല. അതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. എന്നാലും എഴുന്നേക്കോട്ടോ. പിന്നെ ഒന്ന് എഴുന്നേറ്റ് നമ്മൾ നിലത്ത് നിർത്തിച്ചാൽ പിന്നെ പോയി കയറ്റി ചെയ്തോളും ഇതായിട്ട്. അങ്ങനെ ഇനിയിപ്പം എൻ്റെ തോരൻ്റെ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തോട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു സവോളയും പിന്നെ പച്ചമുളകും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താണ് അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയിലാക്കി കൊടുക്കുമ്പോൾ വിചാരിക്കേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഇതൊന്നും പണി ഉണ്ടായിരുന്നില്ലല്ലോ. മീൻസ് രാവിലെ ചായയും കടിയിലാക്കി തരണം. പക്ഷേങ്കിൽ ചോറും കറിയൊന്നും ഒരു 5ാം ക്ലാസ് വരെ ആക്കി തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം സ്കൂളിലെ ചോറും കറി തന്നെയായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കും. നമ്മളെന്ന് വെച്ചാൽ ഒരു നാട് മൊത്തം ഒരു സ്കൂളിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും എവിടെയെങ്കിലും വെച്ച് കണ്ട ഇന്ന സ്കൂളിലല്ലേ പഠിച്ചില്ല, ഇന്ന സ്കൂളിലല്ലേ പഠിച്ചില്ല. നമ്മൾ 10th വരെ അതായിരിക്കും അവസ്ഥ കേട്ടോ. പിന്നെ +2 കഴിഞ്ഞിട്ടാണ് വേറെ സ്കൂളിൽ നമ്മൾ പോകും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
അന്നേരം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ചോറ് കഞ്ഞിയായിരിക്കും, കഞ്ഞി പിന്നെ ഒരു ചെറുപയർ കറിയും അതുണ്ട്. അപ്പോൾ ഇപ്പെല്ലാം മാറിയില്ല, ഗവൺമെന്റ് സ്കൂളിലെ ഫുഡെല്ലാം മാറി. അന്നേരം ഒരു ചെറുപയർ കറി ഉണ്ട്, ദൈവമേ കൂട്ടാൻ പറ്റാത്ത ചെറുപയർ. എന്നാലും കഴിക്കോട്ടോ, കാരണം കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങള് സ്കൂളിൽ ഈ ഓണവും വിഷു എല്ലാം അരി കിട്ടുമല്ലോ, പിന്നെ സ്കൂളിൽ ചോറ് കഴിക്കാത്തവർക്ക് അരി കിട്ടൂല, അപ്പൊ പിന്നെ അതിനു വേണ്ടിയിട്ട് കഴിക്കും. പിന്നെ രാവിലെ എല്ലാവരും മിക്ക ആൾക്കാരും സ്കൂളിൽ തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക. പിന്നെ ഒരു 8th സ്റ്റാൻഡേർഡ് വരെയല്ലേ കിട്ടുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ചോറും കറിയൊന്നും കിട്ടുമൊന്നുമില്ല, നമ്മൾ കൊണ്ടുപോകണം. പിന്നെ 8th 9th 10th ഇതുവരെയാണ് പിന്നെ ചോറ്. പിന്നെ +1 +2 ഡിഗ്രി അത്ര വരെ ചോറ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ PG എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. അന്നേരം പിന്നെ കോളേജിലേക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട, കാരണം നമ്മൾ ഹോസ്റ്റലിലായതുകൊണ്ട്, കോളേജ് ഹോസ്റ്റലിൽ തന്നെ ആയതുകൊണ്ട് ഉച്ചക്ക് അവിടെ കോളേജിൽ തന്നെ ചോറുണ്ടാവും, അത് നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ അപ്പം ഇത്ര വരെയാണ് ചോറ് കൊണ്ട് പോകണ്ടേ. അപ്പം ഞാനിങ്ങനെ രാവിലെ ആക്കി കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ഈ രാവിലെ എന്നിട്ട് ഈ ഒരു കഷ്ടപ്പാടില്ലല്ലോ എന്ന് വിചാരിക്കും. കാരണം ആ ഗവൺമെന്റ് സ്കൂൾ പഠിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാവും കേട്ടോ, കഞ്ഞി പകരം കഴിച്ചവരുണ്ടാവും. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്നവരായിരിക്കും, അങ്ങനെ കഴിക്കാത്തവരായിട്ട് അങ്ങനെ ആൾക്കാർ കുറവായിരിക്കും. അങ്ങനെയായിരുന്നു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം അന്നേരം കഴിക്കുന്ന കഞ്ഞിയും പയറും ഇഷ്ടമായിരുന്നില്ല, തീരെ ഇഷ്ടമായിരുന്നില്ല. കഴിക്കാൻ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കറി കൊണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പം തോരൻ കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. പക്ഷെ അന്ന് ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം അന്നേരം എല്ലാവരും കൂടി ഒരുമിച്ച് കഞ്ഞി കഴിക്കുന്നതും, കഞ്ഞി വാങ്ങാൻ ക്യൂ നിൽക്കുന്നതും, അതുപോലെ ഒരുമിച്ച് പാത്രം കഴുകുന്നതും, പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്നതും, അയ്യോ അതൊന്നും പറയണ്ടാവും. നമ്മുടെ ബാഗിൽ ഒന്നും ഒരു പ്ലേറ്റ് ഉണ്ടാവുമല്ലോ പോകുമ്പോൾ, അതൊരു നെസ്റ്റോ. അപ്പം അതെല്ലാം ആലോചിക്കുമ്പോൾ ആ കാലം നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. പിന്നെ ഇന്നത്തെ മക്കൾ എന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ ചോറും കറിയും സ്നാക്സും എല്ലാം കൊടുത്തുവിടുന്ന ഒരു കാലല്ലേ. അങ്ങനെ അപ്പൊ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ളവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരെല്ലാം രാവിലെ ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ശരിക്കും കൊതി ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ പോകണം ആക്കണം എന്നല്ല. പക്ഷെ അങ്ങനെ കുറച്ച് ആൾക്കാരെ അങ്ങനെ പോകുന്നവരുണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും നമ്മളെ പോലെ പോകുന്നവർ തന്നെയായിരിക്കും ഉണ്ടാവല്. കാരണം അങ്ങനെ എല്ലാവരും ഏകദേശം ഒരേ സ്കൂളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക, സൈക്കിളെല്ലാം എടുത്ത് നല്ല ഇതിൽ പോകും ഇങ്ങനെ ഇതായിട്ട്. അപ്പം അങ്ങനെ ഒരു കാലം. അപ്പം എൻ്റെ പണിയിതാ, ഞാൻ തേങ്ങ ചരികട്ടോ, തോരന് വേണ്ടിയിട്ടാണ് തേങ്ങ അരിയിട്ടുള്ളത്. അതുപോലെ ചോറിനവിടെ ഞാൻ വന്നില്ല, അരിയിലോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ അരി കഴുകിയിടാനും അതിൻ്റെ വെള്ളം എടുക്കാനെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ചോറും ഞാനവിടെ വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചതാട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ കറിയിലേക്ക് ഇച്ചിരി പുളി പിഴിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അമ്മ അന്നേരം ചായ വെക്കാൻ വേണ്ടിയിട്ട് ചായപാത്രം എടുത്ത് ചായ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ചെറിയാൾക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞു, അപ്പം അവൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയായിട്ടാണ് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇതായിട്ട് ഞാൻ പുളിയൊന്നും പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അമ്മ വെക്കാൻ വന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മ 3 അടുപ്പിലും സാധനങ്ങളുണ്ട്, ഞാൻ സാമ്പാർ തിളച്ചതിന് ശേഷം ഞാൻ ഇതിൽ വെച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അത് വെക്കണത്രേ. പിന്നെ പുളി ഇച്ചിരി ഒഴിഞ്ഞ് വെക്കും കേട്ടോ, കാരണം തക്കാളിൻ്റെ പുളി ഉണ്ടാവും. പിന്നെ കുറച്ച് അധികം സാമ്പാറിന് പുളിയുള്ളത് വലിയ ഇഷ്ടമല്ല. പിന്നെ ദിയമോക്ക് ഞാൻ വിചാരിക്കും വേറെ കറികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ നമ്മളെ രാവിലെ ഓരോ റൈസില്ലേ അങ്ങനത്തതും അങ്ങനെയെല്ലാം കൊടുക്കണമെന്ന്. പക്ഷെ അവളിപ്പോൾ ശരിക്കും അത് ആസ്വദിച്ച് തിന്നേണ്ട ഒരു പ്രായമില്ല. നമ്മൾ ടേസ്റ്റിലാക്കി കൊടുത്താലും ചിലപ്പോൾ എരിവ് പിടിക്കൂല, അങ്ങനെയൊന്നും അതിൽ പ്രായമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ആവട്ടെ, അന്നേരം നല്ല രീതിയിലാക്കി കൊടുക്കാം, നല്ല രീതിയിൽ അങ്ങനെയല്ല അന്നേരം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം സാധാരണ പോലെ രാവിലത്തെ തന്നെ കേട്ടോ, രാവിലെ നമ്മളാക്കി കുഴക്കുന്നത് എന്താണോ, ഉച്ചക്കന്തിൽ എന്താണോ നമ്മൾ കഴിക്കുന്നത് അത് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഇതായിട്ട് കൊടുത്തു വിടുന്നില്ല. അതിൽ പരമാവധി ഇതുപോലെ സാമ്പാറും എലിശ്ശേരി, ചെറുപയർ എലിശ്ശേരി, മമ്പയർ എലിശ്ശേരി അതുപോലെല്ലാം പയറുവർഗ്ഗങ്ങളെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ വെജിറ്റബിളായിട്ട് തോരൻ വെച്ച് കൊടുക്കും. ഇതെല്ലാം കേട്ടോ ചെയ്യുന്നത്. ഇതാ എൻ്റെ രാവിലത്തെ സാമ്പാറിൻ്റെ കാര്യം റെഡിയായിട്ട്, കാര്യം നല്ല സാമ്പാർ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ വറുത്തിടണം ആ പരിപാടിയിൽ. പിന്നെ ഉപ്പുണ്ടോ മുളകുണ്ടോ എരിവുണ്ടോ എന്നെല്ലാം നോക്കുന്നത്. ചില സമയം ഞാൻ കറിയിൽ ഉപ്പിടാൻ മറന്നു പോയി, എന്നെ പോലെ ഇല്ലവരുണ്ടെങ്കിൽ പറയണേ. ദിയമോൾ പിന്നെ ഞാൻ കൂട്ടുമ്പോഴേ ചിലപ്പോൾ ഉപ്പിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിടും. ഈ ദിയമോൾക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഉപ്പൊന്നും ഇടാൻ കഴിയില്ല. അപ്പം എന്നോട് വൈകുന്നേരം അമ്മ ഇന്ന് കറി ഉപ്പിട്ടിട്ടില്ല, ഒരു ടേസ്റ്റും ഇല്ല എന്നെല്ലാം പറയും. ചിലപ്പോൾ ആളെ കൂട്ടത്തിൽ നാളം കെടുത്ത് കൊടുക്കുക, അവർക്ക് ഉപ്പിട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അപ്പുറത്തവരോടെല്ലാം വർത്താനം പറയും.
അത് പിന്നെ നോക്കുന്ന കേട്ടോ. ചില സമയം ഞാൻ നോക്കാറില്ല, എൻ്റെ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് കൊണ്ട് ഞാൻ നോക്കാറില്ല, എല്ലാം പെർഫെക്റ്റ് ആണ് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെയും പറ്റാറുണ്ട്. പിന്നെ തോരൻ റെഡി ആയിട്ടോ, തോരൻ അവിടെ ഇതാക്കി. അപ്പൊ കറി നല്ലോണം തിളച്ച ശേഷം ഞാൻ അമ്മനോട് പറഞ്ഞ് ഇവിടെ ചായക്ക് വെള്ളം വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഏകദേശം അടുപ്പ് ഒഴിയാറായി. അമ്മ ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന കേട്ടോ. നേരത്തെ അതിനെ നോക്കിയ സമയത്ത് അടുപ്പ് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോഴത് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിവട ആട്ടോ ആക്കി കൊടുക്കുന്നത്, ചെറിയ ചെറിയ ഉള്ളിവട. അപ്പോൾ ഉള്ളി നേരത്തെ ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചിക്കൻ മസാലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്നും ഇടുന്നൊന്നുമില്ല. പിന്നെ അവക്കായതുകൊണ്ട് ഇത് അവക്ക് മാത്രമേ ഉള്ളൂ, ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, അവക്ക് മാത്രമേ ഉള്ളൂ. പുള്ളി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ഉള്ളി തന്നെ ഉണ്ടാവും കേട്ടോ വെള്ളം. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം ഇനിയിപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. കടലമാവ് പിന്നെ ഈ പാത്രത്തിനടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പം പാത്രം അങ്ങോട്ട് പോകുന്ന, അങ്ങോട്ടാക്കുമ്പം പാത്രം ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് ഇതിൻ്റെ അവസ്ഥയുള്ളത്. അപ്പം പാത്രത്തിനോട് ഒരു മൽപ്പിടുത്തായിപ്പോയി. കാരണം എൻ്റെ ഇപ്പുറത്തെ കൈ എവിടെയോ ബിസി ആയിരുന്നു. ആ കൈ പൊടിയെടുക്കാനും ഇതെടുക്കാനെല്ലാം തുറക്കാൻ വേണ്ടി കൈ ബിസി ആയിപ്പോയി. അപ്പം അത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ കടലമാവും കൂടി ഇട്ടു കേട്ടോ. കടലമാവും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ ഞാൻ എടുക്കുന്നുണ്ടാവും, ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ടൈമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം സ്കൂൾ തുടങ്ങിയ പിന്നെ ഞാൻ ഇതൊന്നും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആക്കി തരണം. അപ്പം 2-3 വട്ടം അടുപ്പിച്ചായി ഇതാക്കി കൊടുക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമായോണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് ആയതുകൊണ്ട് പിന്നെ ഒന്നും ഇട്ട് കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് തട്ടിക്കൂട്ടി ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ നമ്മളെ കറണ്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ചീനച്ചട്ടിയിൽ ഒന്നും ആക്കുക, അപ്പച്ചട്ടിയിൽ അതെന്ന് വെച്ചാൽ വളരെ അതിൻ്റെ അവസ്ഥ അങ്ങെത്തി. പിന്നെ ഞാനത് ഉപേക്ഷിച്ച് ഇനി ഞാൻ ഇതിലാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിലാകുമ്പോൾ എന്ന കുഴപ്പമെന്ന് വെച്ചാൽ അധികം നമ്മൾ വെളിച്ചെണ്ണ എടുക്കേണ്ടി വരും. മറ്റേതിൽ കുറച്ച് എടുത്താൽ മതി, ഇതിൽ കുറച്ചധികം എടുക്കേണ്ടി വരും. കാരണം അടി നല്ലൊരു കുഴി പോലെയാണ്. അതുകൊണ്ട് അപ്പോഴേ ബാക്കി ഞാൻ ഈ വെളിച്ചെണ്ണ തന്നെ ഏതിനെങ്കിലും യൂസ് ചെയ്യട്ടോ. തോരൻ വറുത്തലാനോ അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ തോരനാക്കാനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും. കാരണം ജസ്റ്റ് ഒരു രാവിലെ മാത്രം ഇങ്ങനെ ചുട്ടു കൊടുക്കുന്നതല്ലേ. പിന്നെ ഇതിൽ തന്നെ ഇനി ചുട്ടു കൊടുക്കുക വെച്ചാൽ നാളെ നമ്മൾ ചുടുന്ന സാധനം എന്നല്ലല്ലോ ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ദിവസമായിരിക്കും ഇതുപോലെയല്ല ആക്കിയിട്ട് കൊടുക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ വേറെ ഏതിനെങ്കിലും യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം തീ കൂട്ടി വെച്ചുകൊണ്ട് കുറച്ച് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. കരിഞ്ഞു പോയിച്ചില്ല, പക്ഷെ കുറച്ച് നല്ലോണം കളർ വന്നിട്ടുണ്ടായിരുന്നു, ഡാർക്ക് കളർ പോലെ. അപ്പോൾ ഇതൊന്നും ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ലോ ഫ്ലെയിമിലാട്ട് ആക്കി കൊടുത്തിന്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് ലോ ഫ്ലെയിമിലാട്ട് ഞാൻ ആക്കി കൊടുത്തത്. അപ്പം ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഉപയോഗിച്ചെടുക്കും കേട്ടോ. ചിലപ്പോൾ ഉള്ളു ആവാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, ഇതിൻ്റെ എല്ലാം എപ്പോഴാണ് ഞാൻ പിന്നെ ലോ ഫ്ലെയിമിൽ ഞാൻ ഇതാക്കി എടുക്കല്. അങ്ങനെ അത് റെഡി ആയിട്ടോ. ഈ 4 ഞാൻ കൊടുത്തു വിടുന്നത്. ബാക്കി 4 കൂടി എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെറിയാൾക്ക് വെച്ചോട്ടോ, കുഞ്ഞിന് വെച്ചു. കാരണം അവളെന്തായാലും കണ്ടപാട് ചോദിക്കുമല്ലോ, ഒരാൾക്ക് മാത്രം ആക്കി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട്. പിന്നെ ഒന്ന് ഞാനും ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ. ആക്കിയതിൽ ഒന്നും ഇടാണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് അങ്ങനെ ലഞ്ച് ബോക്സ് ഞാൻ ഈ സ്നാക്സ് വെച്ച് കൊടുത്തോട്ടോ. ഇത് 4 വെച്ച് കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ 4 വെക്കുന്നത്. അവളോട് തന്നെ ചോദിച്ചിട്ടാണ് വെക്കുന്നതാണ്, എനിക്ക് 4 വേണോ, വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ 4 വെച്ച് കൊടുത്തു. പിന്നെ ചോറിൽ ഞാൻ നമ്മൾ ചോറ് ഇതാക്കി അതിലേക്ക് ഇനി നമ്മളെ കറികളെല്ലാം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിൽ തന്നെയാണ് ഞാൻ കറി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം സാമ്പാറിൽ ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലയും അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ സാധനങ്ങളിൽ ഞാൻ നമ്മളെ സ്കൂളിൽ കൊണ്ടുവിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തോരനും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബീൻസ് തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ദിയമോൾ ഇതെല്ലാം കൊടുത്തു വിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് തിരിച്ച് വരുമ്പോഴാട്ടോ ഞാൻ പിന്നെ പാലുണ്ടായിരുന്നില്ല, പാലും മേടിച്ചു. അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ നബാട്ടി കുഞ്ഞിന് മേടിച്ചതാണ്. പക്ഷെ ഞാൻ മിസ്കി, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബാട്ടി എന്ന് പറഞ്ഞ സാധനം. പിന്നെ അത് കഴിഞ്ഞ് വന്ന് കറിയിൽ റെഡിയാക്കി അതിൽ വറുത്തിട്ടു. അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് അങ്ങനെയൊക്കെ സാമ്പാർ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ആക്കി. നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് ആവുമല്ലോ സാമ്പാർ. അങ്ങനെ അതെല്ലാം ആക്കി. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ബ്ലൗസ്
സ്റ്റിച്ച് ചെയ്യാനിരുന്നു കേട്ടോ. ഞാനൊരു പിന്നെ അക്കോബൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പം അത് ഏകദേശം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൗസ് ഞാൻ എങ്ങനെയാണ് തയ്ച്ചിനി, അതുപോലെ ഏതാ സാരി എടുത്തിരുന്നില്ല എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.